ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 ചോദ്യങ്ങളാണ് എടുത്തത്. ഇവിടെ സാഹിൽ ചോദിക്കുന്നു ബേലയോട്, ബേല അബ് തും കഹാം പഠോഗി. അതിൽ തും എന്നുള്ളതിന് പകരം വഹ് എന്ന് വെച്ചാൽ വഹ് കഹാം പഠേഗി അല്ലേ എന്നായിരിക്കണം. ഇനി അടുത്തത് സൂചന. ഹതാശാസെ ഏക് വ്യക്തി ബൈട്ട് ഗയാ ഥ എന്നുള്ളത് നമ്മൾ കവിതയുടെ ഒരു ആസ്വാദന ടിപ്പണിയാണ് അല്ലേ. ആ टिप्पणी का अंश पढ़कर प्रश्न 9 और 10 के उत्तर लिखिए. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है. यहाँ कवि क्या कहना चाहते हैं? ഇവിടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? किसी की सहायता करने के लिए उसका नाम, पता, उम्र, ओहदा और जाति जानने की आवश्यकता नहीं है, बल्कि उसकी हताशा, निराशा, असहायता या उसके संकट से जानना चाहिए. मनुष्य को मनुष्य की तरह जानना है. ഇതാണ് അതിൻ്റെ അകത്തെ കൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നത് അയാളുടെ നാം, പേര്, പത, അഡ്രസ്സ്, ഉമ്ർ, വയസ്സ്, ഓഹദ, പദവി, പോസ്റ്റ്, ജോലി, അവർ ജാതി, ഇതിനെ അറിഞ്ഞുകൊണ്ടല്ല. നമ്മളൊരു വ്യക്തിയെ സഹായിക്കേണ്ടത് അയാളുടെ നിരാശ, അതുപോലെ असहायता या उसके संकट से जानना चाहिए. मनुष्य मनुष्यनाई കാണണം. मनुष्य को मनुष्य की तरह जानना है. അടുത്തത് 10. यहाँ जानकारियां माने क्या है? ഇവിടെ ജാൻകാരികൾ, അറിവുകൾ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അറിവുകൾ? एक व्यक्ति का नाम, पता, उम्र, ओहदा और जाति आदि जानकारियां है. ഇനി അടുത്തത് सूचना. हताशा से एक व्यक्ति बैठ गया था. टिप्पणी का यह अंश पढ़कर प्रश्न 11 का उत्तर लिखे. व्यक्ति को मैं नहीं जानता था, हताशा को जानता था कहते ही वे जानने की उस जानी पहचानी रोटी को तोड़ देते हैं. यहाँ जानी पहचानी रोटी क्या है? നമുക്ക് അറിയുന്ന ജാനി പെഹച്ചാനി റൂട്ടി എന്താണ്? എന്താ ഈ ജാനി പെഹച്ചാനി റൂട്ടി? एक व्यक्ति को उसका नाम, पता, उम्र, ओहदा और जाति से जानना जानी पहचानी റൂട്ടി है. അപ്പോൾ എന്താണ് ജാനി പെഹച്ചാനി റൂട്ടി? ഒരു വ്യക്തിയുടെ പേര്, അയാളുടെ വീട് എവിടെയാണ്, അഡ്രസ്സ്, ഉമ്ർ, വയസ്സ്, അയാളുടെ ജോലി എന്താണ്, അയാൾ ഏത് ജാതിക്കാരനാണ്, ഇങ്ങനെ അറിയുന്നതാണ് പരമ്പരാഗതമായി ഒരു വ്യക്തിയെ അറിയുന്ന രീതി. പുതിയ രീതി എന്താണ്? ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട് സെ ജാന്ന. അതാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. നമ്മളൊരു വ്യക്തിയുടെ പേരും അഡ്രസ്സും അയാളുടെ വയസ്സും ജോലിയും ജാതിയും അല്ല അറിയേണ്ടത്, പിന്നെയോ ആ വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട്, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇനി അടുത്ത ചോദ്യം. ജോഡിയെ. ജോഡിയെ എന്ന് പറഞ്ഞാൽ ചേർക്കുക, ചേരുമ്പടി ചേർത്ത് എഴുതലാം. സഹി മിലാൻ കരയും. ടൂട്ടാ പഹിയ, ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ബീർ ബഹൂട്ടി. ഇനി അത് എഴുതിയവർ വിനോദ് കുമാർ ശുക്ല, പ്രഭാത്, ധർമ്മവീർ ഭാരതി. ഇപ്പം ടൂട്ടാ പഹിയ എന്നുള്ളതിൻ്റെ നേരെ വിനോദ് കുമാർ ശുക്ല എന്നുള്ളത്, അത് ശരിയല്ല അല്ലേ. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാഥ എന്നുള്ളതിൻ്റെ നേരെ പ്രഭാത് എന്നുള്ളത്. ബീർ ബഹൂട്ടി എന്നുള്ളതിൻ്റെ നേരെ ധർമ്മവീർ ഭാരതി എന്നുള്ളത്. അപ്പോൾ ഇത് എഴുതിയ ആൾക്കാരുടെ പേര് നേരെ നേരെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേർക്ക് നേരെ എഴുതണം. ടൂട്ടാ പഹിയ എഴുതിയതാരാണ്? ധർമ്മവീർ ഭാരതി. ഒരു വരിയിട്ട് നേരെ എഴുതുക. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ ആരെഴുതിനി? വിനോദ് കുമാർ ശുക്ല. ഓർമ്മിക്കണം, ഇത് കവിതയല്ല, കവിത എഴുതിയത് വേറെ ആളാണ് അല്ലേ. ഈ നമ്മൾ കവിത എഴുതിയത് ഒരാളും അതുപോലെ ഇതിൻ്റെ ആസ്വാദന ടിപ്പണി എഴുതിയത് വേറൊരാളും അല്ലേ. അടുത്തത് ബീർ ബഹൂട്ടി, പ്രഭാത്. ഇനി അടുത്ത ചോദ്യം. सूचना. टूटा पहिया कविता का यह अंश पढ़कर प्रश्न 13 का उत्तर लिखिए. 13ാമത്തെ ചോദ്യം. मैं रथ का टूटा हुआ पहिया हूं लेकिन मुझे फेंको मत. കവിത की പ്രാസംഗികത पर टिप्पणी लिखिए. ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയുടെ പ്രാസംഗികത, പ്രസക്തി എന്താണ്? അപ്പോൾ ഒരു ഖണ്ഡികയാണ്, ടിപ്പണിയായിട്ട് എഴുതണം. 4 മാർക്കുണ്ട്. എന്താ നോക്കാം നമുക്ക്. ടൂട്ടാ പഹിയ टिप्पणी. टूटा पहिया हिंदी के प्रसिद्ध कवि धर्मवीर भारती की एक अच्छी कविता है. इस कविता में कवि लघु मानव के महत्व पर बल देते हैं. जनतंत्र में भी किसी भी व्यक्ति का मत निर्णायक हो सकता है.
टूटा पहिया एक पौराणिक प्रसंग, यह महाभारत के पौराणिक प्रसंग पर लिखी गई कविता है। कुरुक्षेत्र युद्ध के प्रसंग पर कवि अपने विचार पाठकों तक पहुंच जाने का प्रयास कर रहे हैं। कुरुक्षेत्र युद्ध में कौरव सेना से चक्रव्यूह बनाया जाता है। उसे भेद कर अंदर जाना साधारण योद्धाओं के लिए असंभव माना जाता है, लेकिन युवा अभिमन्यु अक्षौहिणी सेनाओं को चुनौती देकर चक्रव्यूह में प्रवेश करता है, लेकिन शत्रु सेना एक साथ अभिमन्यु पर हमला करती है। घोड़े, सारथी, हथियार सब नष्ट किया जाते हैं। तब अभिमन्यु युद्ध क्षेत्र में कूदता है और एक टूटा पहिया उठाकर अपने को शत्रु सेना से बचाने का प्रयास करता है। इस प्रकार वीर अभिमन्यु को कुछ समय तक जान बचाने में अनुपयोगी टूटा पहिया सहायक बनता है। टूटे पहिए को अनुपयोगी मानकर हम फेंक देते हैं, लेकिन कभी कभी ऐसे चीज़ें भी हमारे लिए बड़ी उपयोगी बन जाती है और हमारे रक्षक बन जाती है। जनतंत्र में भी किसी एक गरीब आदमी के मत अभिप्राय वोट से भी बड़ा परिणाम हो सकता है। लघु मानव के महत्व पर बल देने वाली यह कविता बिल्कुल अच्छी और प्रासंगिक है। അടുത്തത് അപ്പോൾ 14 നമ്മൾ പറഞ്ഞു, 13 പറഞ്ഞു, 14 സൂചന. टूटा पहिया കവിതയെ അടിസ്ഥാനമാക്കി തന്നെയാണ് 14 15. कोई दुस्साहसी अभिमन्यु आकर घिर जाए अपने पक्ष को असत्य जानते हुए भी। यहाँ अभिमन्यु को दुस्साहसी क्यों कहा गया है? എന്തുകൊണ്ടാണ് അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് പറയുന്നത്? നോക്കാം. महाभारत युद्ध में कौरवों ने चक्रव्यूह रचकर युद्ध किया। बड़ी कुशलता से बनाए गए चक्रव्यूह को भेद कर अंदर प्रवेश करना एक मामूली बात नहीं है। बड़े योद्धा ही ऐसा कार्य कर सकते हैं। एक छोटा युवक ऐसा कार्य करने पर उसे दुस्साहसी कहा जाता है। അപ്പോൾ കേവലം 16 വയസ്സായ അഭിമന്യു മഹാരഥികളായ യോദ്ധാക്കന്മാരുടെ കഴിവ് പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് പറയുന്നത്. एक छोटा युवक ऐसा कार्य करने पर उसे दुस्साहसी कहा जाता है। केवल 16 साल की उम्र के बालक अभिमन्यु चक्रव्यूह के अंदर प्रवेश किया, लेकिन बाहर निकलना वह न जानता था। कौरव पक्ष के महारथियों ने अभिमन्यु पर घोर आक्रमण किया। अभिमन्यु अकेला था, उसके सारे शस्त्र नष्ट हो गए। अंत में अभिमन्यु ने एक टूटे चक्र को लेकर युद्ध किया। अभिमन्यु बड़ा साहसी था। इतनी छोटी सी उम्र में यह साहस सभी नहीं कर पाता, इसलिए दुस्साहसी कहा गया है। നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. यहाँ असत्य का पक्ष कौन सा है? ഇവിടെ ഏതാണ് असत्य का पक्ष? यहाँ कौरव पक्ष को असत्य का पक्ष कहा गया है। कौरव पक्ष अन्यायी का पक्ष है। 16ാമത്തെ ചോദ്യം. सुरेंद्र जी माट साहब के बुरे व्यवहार से साहिल बहुत दुखी है। इस दुरनुभव के बारे में साहिल अपनी डायरी में क्या क्या लिखी होगी? साहिल की डायरी लिखे. അപ്പോൾ നമ്മൾ ഈ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ 7ാമത്തെ ചോദ്യത്തിന് തന്നിട്ടുണ്ട്. സാഹിൽ की आंखें बीरबहूटी की तरह लाल होने, അല്ല ഇതിന് മുമ്പേ ഉള്ള ചോദ്യം. गणित के माट साहब सुरेंद्र जी का पीरियड खेल കണ്ടല്ലേ. गणित के माट साहब ബേലയോട് മോശമായി പെരുമാറുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡയറി സാഹിൽ ആ സമയത്ത് ബേലയെ മുടി പിടിച്ചടിക്കുമ്പോൾ സാഹിലിൻ്റെ മനസ്സിലുണ്ടായ വിചാരങ്ങൾ ഒരു ഡയറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഡയറി? നമുക്കറിയാം, എൻ്റെ മുമ്പിൽ മേലെ ഡയറി എന്ന് എഴുതണം. താരീഖ് ദിൻ. ആജ് കാ ദിൻ കൈസാ था? बहुत बुरा था. बात क्या दी? गणित के माट साहब सुरेंद्र जी से बेला को अगारम डांट खानी पड़ी. गणित के माट साहब सुरेंद्र जी का पीरियड खेल गंडी के बाद आता था. बच्चे उनसे कामते थे और खेल गंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. सुरेंद्र जी माट साहब इसी पीरियड में कॉपी छांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. आज कॉपी जांचते समय सुरेंद्र जी माट साहब ने बेला के बालों पर पंजा फंसाया, पर शायद जिस गलती को पाकर वे बेला के बाल पकड़कर फेंकने वाले थे वह
गलती दी ही नहीं। बेला के भयभीत चेहरे को देखकर मैं भी बुरी तरह डर गया था। बेला के पाँव कांप रहे थे जैसे वह कड़े कड़े खिर जाएगी। सुरेंद्र जी माठ साहब ने कापी को बेला के बैठने की जगह पर फेंकते हुए अपनी जगह पर बैठने को कहा। मेरा मन बहुत खराब हो गया था, इसलिए आज मैं बहुत दुखी हूँ. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇത് എഴുതുന്നത് ആരാണ്? നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ, സാഹിൽ. ഇസ് ദുരൻ पर സാഹിൽ अपनी ഡയറി ലിഖ്തി ഹെ. അപ്പോൾ ഇത് സാഹിലിൻ്റെ ഡയറിയാണ്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സാഹിൽ की ഡയറി. സാഹിൽ എഴുതുന്ന ഡയറി ആയതുകൊണ്ട് സാഹിൽ की ഡയറി, താരീഖ് ദിൻ, പിന്നെ ഈ ഒരു ദുരനുഭവം, വേലക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് സാഹിൽ എഴുതുന്നതായിട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്.